എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഒരുപാട് വാർത്തകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാനുണ്ട്. ആദ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകുന്നു. എറണാകുളം സൗത്തിൽ ആക്രി ഗോഡൌണിന് തീപിടിച്ചു. 12ഓളം പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചെയ്യുന്നുണ്ട്. കാളിദാസൻ, എപ്പോഴാണ് തീപിടുത്തമുണ്ടായത്? തീ ഇപ്പോഴും പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ടോ? ഏറ്റവും ആശ്വാസകരം എന്ന് പറയുന്നത് ആളപായം ഇല്ല എന്നുള്ളതാണ്. ഏറ്റവും കൂടുതൽ പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനാൽ ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു, പൂർണ്ണമായും അണച്ചിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്തായാലും ഇതിന്റെ കാരണം ഇനിയും വ്യക്തമായിട്ടില്ല. തീർച്ചയായും കാരണം കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ്. വെളിച്ചം വന്നതിന് ശേഷം കാരണം വ്യക്തമാക്കാൻ കഴിയൂ, അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയൂ എന്ന് തന്നെയാണ് അധികൃതരും അതിനെക്കുറിച്ച് കൃത്യമായി അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയ രീതിയിൽ ഒരു തീപിടുത്തം തന്നെയായിരുന്നു ഉണ്ടായത് എന്ന് തന്നെ പറയണം. തീർച്ചയായും ദൃക്സാക്ഷി എന്നുള്ള നിലയിൽ കൂടി അതിൽ കൃത്യമായൊരു ആധികാരികത കൊടുക്കാൻ സാധിക്കും എന്ന് തന്നെ പറയട്ടെ. കാരണം 2 മണിയോടെയായിരുന്നു ഈ ഒരു സംഭവം ഉണ്ടായിരുന്നത്. 2 മണിയോടുകൂടി വലിയ രീതിയിൽ പുക ഉയരുന്ന ഒരു സാഹചര്യമെല്ലാം ഈ ഒരു പ്രദേശത്ത് കണ്ടിരുന്നു. വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തീർച്ചയായും ആ ഒരു സമയത്താണ് വന്ന് നോക്കുമ്പോൾ കൃത്യമായി ഇവിടെ ചെറിയ രീതിയിലൊരു തീപിടുത്തമായിരുന്നു. നിയന്ത്രണം വിധേയമാക്കാൻ സാധിക്കുമെന്നൊക്കെയാണ് പ്രദേശവാസികളും കണ്ടു നിന്നവരുമെല്ലാം വിചാരിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു യൂണിറ്റ് ഫയർഫോഴ്സാണ് പെട്ടെന്ന് ആ ഒരു സമയത്ത് അത്യാവശ്യ ഘട്ടത്തിൽ വന്നിരുന്നത്. എന്നാൽ ആ ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ട് തീ അണയ്ക്കാൻ സാധിക്കാത്ത നിലയിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. തൊട്ടടുത്തുള്ള വർക്ക്ഷോപ്പിനോട് ചേർന്നിട്ടുള്ള ഒരു ചെറിയ ഗോഡൌൺ പോലത്തെ സ്ഥലത്ത്, അവിടെ നിന്നാണ് ഇതിന്റെ ഒരു ഉദ്ഭവം എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ നിന്ന് ഇത് പടരുകയായിരുന്നു. പിന്നീട് വലിയ രീതിയിൽ വർക്ക്ഷോപ്പിന്റെ മുകളിൽ കൂടി പടരുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. വർക്ക്ഷോപ്പിന്റെ ഒരു ഭാഗമാണ്. അവിടെ നിന്ന് ആക്രി കടയിലേക്ക് എത്തുന്നു, ആക്രി ഗോഡൌണിലേക്ക് എത്തുമ്പോൾ ആക്രി ഗോഡൌണിലേക്ക് ഇത് വലിയ രീതിയിൽ പടർന്നു. ആ ഒരു സമയം കൊണ്ട് 2:30-2:45 സമയം കൊണ്ട് വലിയ രീതിയിൽ പടരുന്ന സാഹചര്യമുണ്ടായി. 2 യൂണിറ്റ് ഫയർഫോഴ്സ് കൊണ്ടും ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കാത്തൊരു ഘട്ടത്തിലേക്കെല്ലാം കാര്യങ്ങൾ നീങ്ങിയിരുന്നു. പിന്നീട് നിരവധി യൂണിറ്റുകൾ വരികയായിരുന്നു പല ഭാഗത്തു നിന്നും, എല്ലാ ഭാഗത്തു നിന്നും. ഫയർഫോഴ്സിൻ്റേത് മാത്രമല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡ് ഭാഗത്തു നിന്നുമെല്ലാം യൂണിറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. 3 മണി 3:30 സമയത്തേക്ക്, ആ സമയത്തോടുകൂടി വലിയ രീതിയിൽ സ്ഫോടനമെല്ലാം കേൾക്കുന്ന, ചെറിയ രീതിയിൽ പൊട്ടുന്ന സൗണ്ടുകളെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. എല്ലാവരും ആ ഒരു ഭയചകിതരായൊരു അന്തരീക്ഷം കൂടി സൃഷ്ടിക്കുന്നുണ്ടായിരുന്നു. ആ സമയം തന്നെ അധികൃതർ കൃത്യമായി ആൾക്കാരെ അവിടെ നിന്ന് മാറ്റുന്ന സാഹചര്യം, അല്ലെങ്കിൽ ഈ ഒരു ചുറ്റുവട്ടത്തു നിന്നും ആൾക്കാരെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായി. മാത്രമല്ല റെയിൽവേ മേൽപ്പാലത്തിൽ കൂടിയുള്ള വാഹന ഗതാഗതം നിർത്തിവെക്കുന്ന സാഹചര്യത്തിലേക്ക് കടന്നു. മാത്രമല്ല ട്രെയിൻ ഗതാഗതവും ഇതിനോട് ചേർന്നിട്ട് തന്നെ പാളമാണ്. അതുകൊണ്ട് തന്നെ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം എല്ലാം ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒരു 2:30-2:45 സമയത്തോടു കൂടിയാണ്, 3 മണി സമയത്തോടുകൂടി ഈ വലിയ രീതിയിൽ തീ കത്തി പടർന്നിരിക്കുന്നു. തൊട്ടടുത്ത കെട്ടിടങ്ങളിലേക്കും, അല്ലെങ്കിൽ കെട്ടിട സമുച്ചയങ്ങളുണ്ട്, നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അവിടേക്കെല്ലാം വലിയ രീതിയിൽ ഈ തീ പടരും എന്ന് തന്നെ പ്രതീക്ഷിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ നിരവധി യൂണിറ്റുകൾ എത്തി വലിയ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തിയ ശേഷമാണ് മണിക്കൂറുകൾ ശേഷം ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. എന്തായാലും ഇപ്പോൾ വലിയ രീതിയിൽ ആളപായങ്ങളൊന്നുമില്ല. എന്നാലും ഇത്തരത്തിൽ വലിയ രീതിയിലൊരു മണം ഇവിടെ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ അത്തരത്തിൽ രാസമാലിന്യം കത്തിയ തരത്തിലുള്ളൊരു മണം ഈ ഒരു ചുറ്റുവട്ടം നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പുകയും അതേപോലെ തന്നെ ഉണ്ട്. എന്തായാലും ഇതിൻ്റെ ഇടയ്ക്ക് ആശ്വാസകരമെന്നോണം ഈ ഒരു 2 മണി മുതലുള്ള ഈ ഒരു സമയങ്ങളിൽ ഇടവേളകളായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും അത് രക്ഷാപ്രവർത്തനത്തിന് ഏറെ ആക്കം കൂട്ടി എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം വലിയ രീതിയിലൊരു ആ ഒരു മഴ കാരണം പൂർണ്ണമായും ഈ ഒരു തീ അണയ്ക്കാൻ സാധിച്ചില്ലെങ്കിലും അത് കൃത്യമായി അത് നിയന്ത്രണ വിധേയമാക്കാൻ അത് കുറച്ചേറെ സഹായിച്ചു എന്ന് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇടയ്ക്കിടെ ഉള്ളൊരു മഴ വലിയ രീതിയിലൊരു സഹായം തന്നെയാണ് അധികൃതർക്ക്. എന്തായാലും 40-ലധികം യൂണിറ്റുകൾ എത്തിയിരുന്നു. 5 മണിയോടുകൂടി തീ നിയന്ത്രണ വിധേയമായി വരുന്ന ഒരു സാഹചര്യമായിരുന്നു എന്തായാലും കണ്ടിരുന്നത്. 5 മണിയോടുകൂടി കാണാം. നമുക്കിപ്പോൾ ഈ ചുറ്റുവട്ടത്ത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ഒരു താഴെ ഭാഗത്തു നിന്നായിരുന്നു ആദ്യം രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 2 മണി 2:30 ഈ താഴെ നിന്ന് ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി ആദ്യം അണയ്ക്കാനുള്ള പ്രക്രിയയിലേക്കോ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലേക്കെല്ലാം കടക്കുകയായിരുന്നു. അതിനുശേഷം അത് മതിയാകില്ല, ആ യൂണിറ്റ് മതിയാകില്ല എന്ന് കണ്ടതുകൊണ്ട് പിന്നീട് അപ്പുറത്തെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഒരു ചേർന്ന ഭാഗത്ത്, ഈ ഫയർഫോഴ്സ് യൂണിറ്റ് കിടക്കുന്നതിൻ്റെ ഇപ്പുറത്തെ ഭാഗത്തു നിന്നും തീ അണയ്ക്കുന്നൊരു ഘട്ടത്തിലേക്ക് എത്തി. പിന്നെ അതും നടപടിയാവുന്നില്ല, അല്ലെങ്കിൽ അതും നടക്കില്ല, തീ നിയന്ത്രണ വിധേയമാവില്ല എന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോൾ പിന്നീട് സൗത്ത് മേൽപ്പാലത്തിൻ്റെ മുകളിൽ നിന്നും വെള്ളം ചീറ്റുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം എത്തിയിരുന്നു. എന്തായാലും അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഈ ഒരു തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായൊരു ഘട്ടത്തിലേക്കെല്ലാം എത്തിയിരുന്നത്. എന്തായാലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു ആക്രി ഗോഡൌണിൻ്റെ ഉടമ ഇപ്പോൾ നമ്മുടെ കൂടെ ഈ ഒരു ഇവിടെ തന്നെയുണ്ട്. തീർച്ചയായും എന്താണ്
ഇതിന് പറയാനുള്ളതെന്ന് കൂടെ കേൾക്കാം. ചേട്ടാ, എന്തായിരുന്നു എന്തെങ്കിലും ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞിരുന്നു? എപ്പോഴാണ് അറിഞ്ഞത്? രാത്രി 2-2:30 മണിയായിട്ടുണ്ടാവും. 2:30 മണിയായിരുന്നു. അപ്പം എന്തെങ്കിലും വലിയ രീതിയിൽ വല്ല നാശങ്ങൾ? ഒരു 10-15 ലക്ഷം രൂപ ഉണ്ട്. ചേട്ടന് പേരെന്തായിരുന്നു? രാജു. എന്താ ഇത്? 37 വർഷം ഇത് വാങ്ങിയിട്ട്. 37 വർഷം. ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളിലെ ആളുകൾക്ക് അങ്ങോട്ടെങ്ങാനും അപകടം? അവര് വിളിച്ച് പറഞ്ഞാൽ ഞാൻ ഇത്ര ആയത്, അല്ലെങ്കിൽ എല്ലാം പോയാനാ, എല്ലാം മരിച്ചു പോയാനാ. അവരും വിളിച്ച്, പിന്നെ പോലീസുകാരും ഫയർഫോഴ്സിന്റെ ഒക്കെ അവര് പറഞ്ഞാൽ എല്ലാം ചാടി എണീച്ചത്. ഉറങ്ങിക്കിടക്കുന്നില്ല, 2 മണിക്കൊക്കെ ഉറക്കമായിരുന്നില്ല, അങ്ങനെ എണീച്ചത്. അപ്പൊ ഇതിന്റെ വർക്ക്ഷോപ്പിന്റെ ആ ഭാഗത്തോട്ടൊക്കെ അവിടൊക്കെ തീ പടർന്നായിരുന്നു. അവിടെ നിന്നല്ലേ ശരിക്കും ഇത് ആരംഭിച്ചത്? അവിടെ നിന്നല്ലേ? അതെങ്ങനെയാന്നുള്ളത് എന്തെങ്കിലും അജിയോട് ചോദിച്ചാൽ അജിയാണ് പറഞ്ഞത്. വർഷാപ്പിൽ അജിയെ അറിയുള്ളൂ, എനിക്കറിയില്ല അതിനെ പറ്റി. എന്തായാലും 15 ലക്ഷം രൂപയിലേറെ നാശനഷ്ടം, വില മതിക്കുന്ന തരത്തിലൊരു നാശനഷ്ടം ഉണ്ടായിരിക്കുന്നു എന്ന് തന്നെയാണ് ആക്രി ഗോഡൌണിന്റെ ഉടമയായ രാജു എന്തായാലും പറഞ്ഞിരിക്കുന്നത്. ഇതിനോട് ചേർന്ന് നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇതിന്റെ ഒരു ഉത്ഭവ സ്ഥാനം അല്ലെങ്കിൽ ഈ ഒരു തീ ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ആക്രി ഗോഡൌണിലേക്ക് പിന്നീട് പടർന്നു പിടിക്കുകയായിരുന്നു. ഒരു മണിക്കൂറിന് ശേഷം, അതായത് ആദ്യം തീ പിടിക്കുന്ന സാഹചര്യത്തിലേക്ക് നമുക്കെന്തായാലും ഇതിൻ്റെ ഒരു ഉത്ഭവ സ്ഥാനത്തേക്ക് എത്താൻ തീർച്ചയായും MLA യും സ്ഥലത്തുണ്ട്. നമുക്ക് കൃത്യമായി ചോദിക്കേണ്ടിയിരിക്കുന്നു. എറണാകുളം MLA TJ വിനോദാണ് ഇപ്പോൾ നമ്മുടെ കൂടെയുള്ള സർ. ഇതാണ് ഇതൊരു കൃത്യമായൊരു ഉത്ഭവ സ്ഥാനം എന്നുള്ളത്. എപ്പോഴായിരുന്നു ഈ സംഭവം അറിഞ്ഞത്? ഞാൻ വെളുപ്പിനറിഞ്ഞു. അപ്പോൾ എങ്ങനെ ഇപ്പം എല്ലാം പൂർണ്ണമായിട്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചല്ലോ? അല്ല, ഫയർഫോഴ്സ് പറഞ്ഞ അവർ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. കുറേ യൂണിറ്റ്, അതായത് 40-ൽ മുകളിൽ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി. ഫയർഫോഴ്സിന്റെ മുഴുവൻ അവരുടെ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയാണ് ഈ തീ അണയ്ക്കാൻ കഴിഞ്ഞത്. ഇപ്പം എത്ര നാശനഷ്ടത്തിന്റെ കണക്ക് അങ്ങനെ അസസ് ചെയ്തിട്ടില്ല. വീട് പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ഇത് രണ്ടിനും ഇടയ്ക്കാണല്ലോ വീട് നിൽക്കുന്നത്. ഇത് കാരണം എന്താണെന്നുണ്ടെങ്കിലും വ്യക്തമായിട്ടുണ്ടോ? അതിന്റെ ഇല്ല, ഒന്നും അറിയത്തില്ല. അത് ഫയർഫോഴ്സും ബന്ധപ്പെട്ട പോലീസും എല്ലാം കൂടി അന്വേഷിച്ച് കണ്ടെത്തേണ്ടതായിട്ട്. തീർച്ചയായും നമ്മുടെ എറണാകുളം MLA TJ വിനോദും ഇതിനെക്കുറിച്ച് കൃത്യമായൊരു മറുപടി നൽകിയിട്ടുണ്ട്. കാരണം നാശനഷ്ടം എന്തായാലും കൃത്യമായൊരു കണക്കെടുത്തേ തീരൂ എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ആക്രി ഗോഡൌൺ ഉടമ പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തിന് 15 ലക്ഷത്തിലേറെ രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വർക്ക്ഷോപ്പിനും ഇത് വലിയ രീതിയിൽ ഈ ഒരു തീപിടുത്തം ബാധിച്ചിട്ടുണ്ട്. വർക്ക്ഷോപ്പിന്റെ ഉടമയുടെയും നമുക്ക് കൃത്യമായി പ്രതികരണം ലഭിച്ചാൽ മാത്രമേ അതിന് കൃത്യമായി എത്ര രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് എന്തായാലും പറയാൻ സാധിക്കും. എന്തായാലും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എന്നാലും ഈ ഒരു പുക പടരുന്നൊരു സാഹചര്യം ഇപ്പോഴും നിലവിൽ തുടരുന്നുണ്ട്. കാരണം ഇപ്പോഴും ഇതിന്റെ കൃത്യമായി കാരണം വ്യക്തമായിട്ടില്ല. കാരണം എന്താണ് എന്നുള്ളത് കൃത്യമായി ഇനിയും കണ്ടുപിടിക്കേണ്ടി. തീർച്ചയായും അധികൃതരുടെ ഭാഗത്തു നിന്നും പറഞ്ഞിരിക്കുന്നത് കാരണം ഇരുട്ടത്താണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്, അതുകൊണ്ട് തന്നെ വെളിച്ചം വന്നതിന് ശേഷമേ അത് കൃത്യമായി കണ്ടെത്താൻ സാധിക്കൂ എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അധികൃതരുടെ ഭാഗത്തു നിന്നും അത്തരത്തിലൊരു പ്രതികരണമാണ് എന്തായാലും ഉണ്ടായിരിക്കുന്നത്. ആതിര. കാളിദാസൻ തുടരുക. സംഭവ സ്ഥലത്ത് നിന്നും നിതിൻ പ്രഭാകരൻ ചെയ്യുന്നുണ്ട്. നിതിൻ, ഈ സംഭവ സമയത്ത് ഗോഡൌണിൽ എത്ര തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത്? വളരെ ജനസാന്ദ്രതയേറിയ ഒരു സ്ഥലമാണ്. റെയിൽവേ സ്റ്റേഷനുണ്ട്, അടുത്ത് വീടുകളുണ്ട്, കെട്ടിടങ്ങളുണ്ട്. ഈ അടുത്തുള്ള വീടുകളിലേക്കും കെട്ടിടങ്ങളിലേക്കും ഈ തീപിടുത്തം ബാധിച്ചിട്ടുണ്ടോ? കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ടോ? അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ്? ആതിര, 1 മണിയോടുകൂടിയാണ് ഈ അഗ്നിബാധ ഉദ്യോഗസ്ഥരുടെ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. വളരെ വലിയൊരു ഭാഗ്യം കൊണ്ട് മാത്രമാണ് വലിയ ദുരന്തം ഒഴിവായത്. 9 പേർ ഇതിനകത്ത് ഉറങ്ങിക്കിടക്കുന്നു എന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം. പോലീസും മറ്റു ഉദ്യോഗസ്ഥർ നൽകുന്ന വിശദീകരണം. അവരെല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു. യാതൊരു പോറലും ഏൽപ്പിക്കാതെ ഇവിടെ നിന്ന് മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കോടികളുടെ നഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായം ഒന്നും ഉണ്ടായില്ല. ട്രെയിൻ ഗതാഗതവും നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ ഏറെ വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് എറണാകുളം നഗരത്തിലെ ഏറ്റവും വലിയ ആക്രി ഗോഡൌണുകളിൽ ഒന്നാണിത്. ആ ആക്രി ഗോഡൌണാണ് ഇത്തരത്തിൽ പൂർണ്ണമായും കത്തിനശിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ. വാഹനങ്ങൾ അടക്കമുള്ള, ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള ആക്രി വസ്തുക്കൾ പൂർണ്ണമായും കത്തിനശിച്ച് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ ഒരു അപകടം തന്നെ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇപ്പോഴും ഇവിടെ പുക പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. പൂർണ്ണമായും തീ അഗ്നിനാളത്തെ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞെങ്കിലും പുക ഇപ്പോഴും ഉയർന്നിരിക്കുന്നു. വലിയ
വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയും. 1 മണിയോടുകൂടിയാണ് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്, തീപിടുത്തം ശ്രദ്ധയിൽപ്പെടുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും നാട്ടുകാരുടെയും ഒരു സംയോജിത ഇടപെടലാണ് ഒരു അപായം ഒഴിവാക്കുന്നതിന് നിർണായകമായത്. പക്ഷേ ആക്രി ഗോഡൌൺ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് പൂർണ്ണമായും കാണാൻ കഴിയും. എന്തായാലും നമുക്ക് പുക ഇപ്പോഴും ഉയരുന്ന ഒരു സാഹചര്യം. നമുക്ക് തൊട്ടടുത്തുള്ള മരങ്ങൾ ഉൾപ്പെടെ തീപിടുത്തത്തിൽ കത്തി നശിച്ചു, തെങ്ങ് ഉൾപ്പെടെയുള്ളവ കത്തി നശിച്ചു. പുക ഇപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കുന്നു. അഗ്നിശമന സേന വെള്ളമടിച്ച് അത് കെടുത്താനുള്ള പുക പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമം തുടരുകയാണ്. ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പുലർച്ചെ ആയതിനാൽ തീപിടുത്തമുണ്ടായത് പുലർച്ചെ ആയതിനാൽ വലിയ ഗതാഗത കുരുക്കൊന്നും ഉണ്ടായില്ല. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർക്ക് ഇവിടേക്ക് എളുപ്പത്തിൽ എത്താൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ഒരു അത്ഭുതകരമായ വസ്തുത. പ്രത്യേകിച്ച് നമുക്കറിയാം കൊച്ചി നഗരത്തിന്റെ ഒരു അവസ്ഥ. ആ സാഹചര്യത്തിൽ നാം ഇവിടേക്ക് എത്താൻ കഴിഞ്ഞു. അതോടൊപ്പം തന്നെ നമുക്ക് ചേട്ടാ 1 മണിയോടുകൂടിയാണ് 1:45. അങ്ങനെ ആരാണിത് കാണുന്നത്? അല്ല, കണ്ടത് വർഷപ്പിന്റെ ഓർമ്മസിനാണ് കണ്ടത്. അജി എന്ന് പറയും പുള്ളിയാണ് കണ്ടത്. കണ്ടപ്പോൾ തന്നെ എല്ലാവരും വിളിച്ച് വിവരം ധരിപ്പിച്ചായിരുന്നു. ഫയർഫോഴ്സ് വിളിച്ചു വന്നു. പക്ഷെ അപ്പോഴത്തെ കത്തി കയറി. എന്താണ് പ്രാഥമിക നിഗമനം? അത് ആദ്യം ഞങ്ങൾ വിചാരിച്ചത് അതൊരു കത്തിച്ചെന്ന് വിചാരിച്ചത്. പക്ഷെ അതല്ല, ഇത് ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്റെ ലൈൻ പോകുന്നുണ്ടായിരുന്നില്ല കൂടെ. അപ്പോൾ അത് രാത്രി സ്പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചില്ല. ഓൾറെഡി ചെറിയ സ്പാർക്ക് ഉണ്ടാവില്ല പോസ്റ്റിലൊക്കെ. അപ്പോൾ അതാന്ന് വിചാരിച്ചത്. പക്ഷെ സംഗതി അതിൽ നിന്ന് കത്തി. രാത്രി ആരും ഇല്ല, പിന്നെ ശ്രദ്ധിച്ചില്ല, കത്തി കയറി. ഇലക്ട്രിക് ലൈൻ സ്പാർക്ക് ചെയ്തിട്ടാണ് തീപിടുത്തം ഉണ്ടായത്. എത്ര യൂണിറ്റ് ഫയർഫോഴ്സ് വന്നാണ്? എനിക്ക് തോന്നി എറണാകുളം ജില്ല മുഴുവൻ ഉണ്ടായിരുന്നു. ഇവിടെ ഫയർഫോഴ്സിന്റെ ബഹളമായിരുന്നു. എന്നാലും അവർ സംയുക്തമായിട്ട് ഇന്ന് വേറെ നാശനഷ്ടം വേറെ വായിക്കാണ്ട് ഇത്രയും നിർത്തി അവർ. ഏകദേശം എത്ര നാശനഷ്ടം ഉണ്ടാവും? അയ്യോ, പറയാൻ പറ്റില്ല. അതിപ്പോൾ നോക്കിയെങ്കിലല്ലേ അറിയാൻ പറ്റുള്ളൂ. പിന്നെ കത്തിയിരിക്കല്ലേ. തൊഴിലാളികൾ ഉണ്ടായിരുന്നു. തൊഴിലാളി 9 പേരാണ് തുടങ്ങുന്നുണ്ടായിരുന്നു. അവരൊക്കെ മാറ്റിയതപ്പോൾ തന്നെ. ഇതിന് പുറകെ സൈഡ് ആ ബിൽഡിംഗ് ഇല്ല, അത് പോയല്ലോ. ആ ബിൽഡിംഗ് കാണാനല്ലോ, കത്തി നശിച്ച് താഴ്ത്തു വീണല്ലോ. ആ ബിൽഡിങ്ങിന് 3ാമത്തെ നിലയിലായിരുന്നു അവിടെ ഉറങ്ങിയിരുന്നത്. അവിടുന്ന് എന്തായാലും വലിയ ഒരു ആളപായം ഒഴിവായി എന്നത് ആശ്വസിക്കാൻ കഴിയും. കോടികളുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിലും ആളപായം പൂർണ്ണമായും ഒഴിവാക്കാൻ കഴിയും. സമയോചിതമായ ഇടപെടൽ തൊട്ടടുത്ത വർക്ക്ഷോപ്പ് ജീവനക്കാരനും അതോടൊപ്പം തന്നെ ഇതിൽ നടന്നു പോകുകയായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവരാണ് ഈ അഗ്നിനാളം ശ്രദ്ധയിൽപ്പെട്ടത്. അദ്ദേഹം പറഞ്ഞതുപോലെ ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണിക്കുന്ന ഈ വൈദ്യുതി കമ്പിയിൽ നിന്നുള്ള സ്പാർക്കിംഗ് ആവാം ഒരുപക്ഷെ തീപിടുത്തത്തിന് കാരണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നതായി നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. ഈ വൈദ്യുതി കമ്പിയിൽ രാത്രി സ്പാർക്കിംഗ് ഉണ്ടായിരുന്നു, തീപ്പൊരി ഉണ്ടായിരുന്നു. അത് ആദ്യം വേണ്ടത്ര ഗൗനിച്ചില്ല. അത് പിന്നീട് ആ തീപ്പൊരി ആയിരിക്കാം പടർന്ന് തീപിടിച്ചത് എന്നൊരു പ്രാഥമിക നിഗമനമാണ് ഉള്ളത്. എന്തായാലും വലിയ ഒരു തീപിടുത്തമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അഗ്നിനാളം ആക്രി ഗോഡൌണിനെ പൂർണ്ണമായും വിഴുങ്ങി. പക്ഷേ 9 പേർ ഈ ഗോഡൌണിനകത്ത് ഉറങ്ങിക്കിടന്നിരുന്നു. ഈ 9 പേരെയും സുരക്ഷിതമായി മാറ്റാൻ കഴിഞ്ഞു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള ശ്രമം തുടരുകയാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ അത് കാണാൻ കഴിയും. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഈ തീപിടിച്ചിരിക്കുന്ന ആക്രി വസ്തുക്കൾക്കിടയിലേക്ക്, കത്തി നശിച്ച ആക്രി വസ്തുക്കൾക്കിടയിലേക്ക് ഇറങ്ങി ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. ആ പുക പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ ഒരു തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. കാളിദാസൻ, നമുക്കിവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത് എറണാകുളം ജില്ലയിലെ മൊത്തം ഫയർഫോഴ്സും വന്നിട്ടാണ് ഈ തീക്ക് അത്ര വലിയൊരു തീപിടുത്തം എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. തീർച്ചയായും നിതിൻ പ്രഭാകരൻ, കാരണം ഞാനത് പറയുകയാണെങ്കിൽ ഞാൻ ഇതിന്റെ ഒരു ദൃക്സാക്ഷി കൂടിയാണ്. ഞാൻ ഈ ഒരു പ്രദേശത്താണ് ഞാൻ താമസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം നടന്നപ്പോൾ 2 മണിയായ സമയം നടന്നപ്പോൾ വലിയ രീതിയിൽ കറുത്ത പുക ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത്തരത്തിൽ നമ്മുടെ കൂടെയുള്ളവരും ഇവിടെ വന്ന് നോക്കുമ്പോൾ മെല്ലെ തീ പടർന്ന് തുടങ്ങുന്ന ഒരു ഘട്ടത്തിലാണ് ഞങ്ങൾ എത്തിയത്. എന്തായാലും ആ ഒരു സമയത്ത് 1 യൂണിറ്റ് ഫയർഫോഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ആ ഒരു യൂണിറ്റ് കൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമ്മളും കരുതിയിരുന്നത്. എന്തായാലും അത് സാധിച്ചില്ല. പിന്നീട് അത് 2 യൂണിറ്റ് 3 യൂണിറ്റ് അതങ്ങനെ കൂടുകയാണ്. ഓരോ സമയവും ഇത് തീ പടർന്നുകൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് കൃത്യമായി പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് നിന്ന് വർക്ക്ഷോപ്പിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ മുകളിലേക്കെല്ലാം തീ പടർന്ന് പിന്നീട് ആക്രി ഗോഡൌണിലേക്ക് തീ പടരുന്നൊരു ഘട്ടമാണ്. അതിനുശേഷം വലിയ രീതിയിൽ പൊട്ടുന്ന സൗണ്ടുകൾ കേട്ടു. അതുകൊണ്ടാണ് കറക്റ്റ് 12 സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചിരുന്നു എല്ലാം അധികൃതർ കൃത്യമായി. ആ സമയത്ത് അഗ്നിനാളത്തിന്റെ ഒരു രൂക്ഷത ഭയങ്കരമായ, കാരണം ആ ഗന്ധം അല്ലെങ്കിൽ ആ ഒരു ഗന്ധം എന്ന് പറയുന്നത് നമുക്ക് ചിലപ്പോൾ താങ്ങാനാവാത്ത പോലത്തെ ഗന്ധമാണ്. മാത്രമല്ല ഈ ഒരു സൗണ്ട് ഉഗ്ര ശബ്ദത്തോടെയുള്ള ഒരു സ്ഫോടനം എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ 2:30-3 മണി സമയത്താണ് ഈ ഒരു സ്ഫോടനം എന്നുള്ളത് കൃത്യമായി കേൾക്കുന്നത്. ആ ഒരു സമയത്ത് തന്നെ നമ്മളൊക്കെ ഈ ഒരു റെയിൽവേ പാളത്തിൽ നിന്ന സമയത്ത് അധികൃതർ ഈ ഒരു പൊട്ടുന്ന സൗണ്ട് കേട്ടതിന് ശേഷം
ശേഷം പിന്നീട് ബാക്കിലോട്ട് പുറകോട്ട് മാറി നിൽക്കാനും എല്ലാം പറഞ്ഞു. പിന്നീട് സൗത്ത് പാലം, അപ്പോഴത്തേക്കാണ് സൗത്ത് പാലം മേൽപ്പാലം ഗതാഗതം നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കെല്ലാം എത്തിയത്. അതിനുശേഷം ട്രെയിൻ ഗതാഗതവും ഒരു 2 മണിക്കൂറത്തോളം നിർത്തിവെച്ചു. എന്തായാലും ട്രെയിൻ ഗതാഗതം വീണ്ടും പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ അവിടെ വാഹനങ്ങൾക്ക് ഇപ്പോൾ ചെറിയ രീതിയിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. കാരണം വന്നിരിക്കുന്ന 40-ലേറെ യൂണിറ്റ് ഫയർഫോഴ്സ് ഉണ്ട്. കാരണം ഫയർഫോഴ്സിന്റെ മാത്രമല്ല, കേരള ഫയർഫോഴ്സിന്റെ മാത്രമല്ല, കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും അതുപോലെ തന്നെ ഭാരത് പെട്രോളിയത്തിൽ നിന്നും എല്ലാം കുറേ ഫയർഫോഴ്സ് എത്തിയിട്ടുണ്ട്. തീർച്ചയായും നേരത്തെ പ്രദേശവാസി ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ എറണാകുളം ജില്ലയിലെ മൊത്തം ഫയർഫോഴ്സും ഉപയോഗിച്ച് തന്നെ, ആ യൂണിറ്റ് ഉപയോഗിച്ച് തന്നെയാണ് ഇത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചില്ല. എന്തായാലും ആളപായമില്ല എന്ന് തന്നെ നമുക്ക് അത് തന്നെയാണ് ആശ്വാസകരമായ വാർത്ത എന്ന് പറഞ്ഞാൽ. ആളപായമില്ല. കൃത്യസമയത്ത് ഉണ്ടായിരുന്ന അതിഥി തൊഴിലാളികളെയൊക്കെ 9 അതിഥി തൊഴിലാളികൾ ഉണ്ടായിരുന്നു, അത് കൃത്യമായി മാറ്റാൻ സാധിച്ചു. അതേപോലെ തന്നെ ഇവരുടെ ഈ ഒരു വർക്ക്ഷോപ്പിനോട് ചേർന്നിട്ടുള്ള സ്ഥലത്താണ്, അല്ലെങ്കിൽ അതിനോട് ചേർന്നിട്ടുള്ള ബിൽഡിംഗ് ആണ് കത്തിയത്. അത് പിന്നീട് വർക്ക്ഷോപ്പും ആ വർക്ക്ഷോപ്പ് ഉടമയുടെ വീടിന്റെ മുകൾ ഭാഗത്തു കൂടെ കത്തുകയായിരുന്നു. ആ ഒരു സമയത്താണ് വീട്ടുകാരും അറിഞ്ഞത്. കാരണം വലിയ രീതിയിലൊരു കത്തുന്നത്, അല്ലെങ്കിൽ ഈ ഒരു കത്തുന്ന മണം സഹിക്കാനാവാത്ത മണം തന്നെയായിരുന്നു. ഇപ്പോൾ നിലവിൽ ഈ ഒരു സമയമായപ്പോഴേക്കും ഈ മണം വല്ലാതെ രൂക്ഷം ഗന്ധം ഇപ്പോഴും തന്നെയുണ്ട്. കാരണം ഈ രാസമാലിന്യം കത്തിയതിന്റെ, അതേപോലെ തന്നെ ഈ ടിന്നുകളുടെയൊക്കെ പെയിന്റിന്റെ ടിന്നെല്ലാം കത്തിയതിന്റെ മണം, പ്ലാസ്റ്റിക് കത്തിയതിന്റെ മണം, അതേപോലെ തന്നെ ഹോർഡിങ്സിലേക്കെല്ലാം മുകളിലേക്കെല്ലാം കടന്നിരുന്നു. തൊട്ടപ്പുറത്ത് ഈ ടൂറിസ്റ്റ് ഹോമാണ്, അതേപോലെ നിരവധി ആളുകൾ താമസിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ പടരേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തായാലും മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഇത് നിയന്ത്രണ വിധേയമാക്കിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം 5-5:30 സമയമായപ്പോഴാണ് പിന്നീട് നിയന്ത്രണ വിധേയമായി എന്ന് തന്നെ പറയാൻ സാധിക്കുന്നത് എന്നാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പറയാൻ സാധിക്കും. കാരണം 4 മണിക്കൂറിലധികം എടുത്തു ഇത്തരത്തിലൊരു പടർന്നു പിടിച്ചൊരു തീ നിയന്ത്രണ വിധേയമാക്കാൻ. തീർച്ചയായും കാളിദാസ് നമുക്ക് വേണ്ടി വാർത്ത രാവിലെ മുതൽ റിപ്പോർട്ട് ചെയ്യുന്ന കാളിദാസ് ഈ തീപിടുത്തത്തിന്റെ ദൃക്സാക്ഷിയാണ്. കാളിദാസ് ഈ തീപിടുത്തം പൂർണ്ണമായും കണ്ട ഒരു വ്യക്തിയാണ്. തുടക്കം മുതൽ ഇത് കണ്ട വ്യക്തിയാണ്. ഇതിന്റെ രക്ഷാപ്രവർത്തനം ഏത് രൂപത്തിലാണ് ഏകോപിപ്പിച്ചത് തുടങ്ങിയ കാര്യങ്ങൾ കണ്ട വ്യക്തിയാണ്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, കറുത്ത പുക വീണ്ടും ഉയരുകയാണ്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ ഈ പുക ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. കറുത്ത പുക വീണ്ടും തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ടെങ്കിലും, അഗ്നിനാളം പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞെങ്കിലും പുക ഉയരുകയാണ്. രൂക്ഷമായ ഗന്ധം നമുക്കിവിടെ അനുഭവപ്പെടുന്നു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള ആക്രിസാധനങ്ങൾക്കാണ് തീപിടിച്ചത്. അതിന്റെ ഒരു ഗന്ധം നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും വലിയ ഒരു തീപിടുത്തമാണ്, എറണാകുളം ജില്ലയെ നടുക്കുന്ന തരത്തിലുള്ള ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ ആശ്വസിക്കാനുള്ള കാലം 9ഓളം തൊഴിലാളികൾ ഇത് ഗോഡൌണിനടുത്ത് കിടന്നുറങ്ങിയിരുന്നു. ഈ 9 ആളുകളെയും ഒരു പോറൽ പോലും ഏൽപ്പിക്കാതെ പുറത്തേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. കോടികളുടെ നാശനഷ്ടം ഉണ്ടാകും എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ ഇവിടേക്ക് ആക്രിസാധനങ്ങൾ കോരുന്നതിന്റെ ഭാഗമായി, മാറ്റുന്നതിന്റെ ഭാഗമായി ഇവിടേക്ക് എത്തുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ അതാണ് കാണാൻ കഴിയുന്നത്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ ഇവിടെ ജാഗരൂകരായിട്ടാണ് ഇവിടെ ജോലി ചെയ്യുന്നത് എന്ന് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. അത്രത്തോളം നേരത്തെ കാളിദാസ് പറഞ്ഞതുപോലെ എറണാകുളം ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 40-ലധികം വരുന്ന അഗ്നിശമന സേനാ ഉദ്യോഗസ്ഥർ, 40-ലധികം യൂണിറ്റ് ഏറെ നേരം പരിശ്രമിച്ചുകൊണ്ടാണ് ഈ അഗ്നിനാളം പൂർണ്ണമായും പരിധിയിലാക്കിയത്. തൊട്ടിപ്പുറത്ത് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നതാണ്. ഈ ഒരു ഏകദേശം 10 മീറ്റർ ദൂരം പോലുമില്ല ഈ തീപിടുത്തം ഉണ്ടായിരുന്നതും. അവിടെയാണ് റെയിൽവേ ട്രാക്ക് കടന്നു പോകുന്നത്. റെയിൽവേ കാളിദാസ് നേരത്തെ ഇതിന് ദൃക്സാക്ഷിയായി വാർത്ത റിപ്പോർട്ട് ചെയ്ത കാളിദാസ് പറഞ്ഞത് 10ഓളം സ്ഫോടനങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ്. റെയിൽവേ ട്രാക്കിന് മുകളിലൂടെ ഇലക്ട്രിക് ലൈൻ കടന്നു പോകുന്നുണ്ട്. അവിടെ ഒരു വലിയ അപായം ഒഴിവായി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ട്രെയിൻ ഗതാഗതം താൽക്കാലികമായി നിർത്തിവെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. സൗത്ത് റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്ത് തന്നെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. വലിയ ഒരു തീപിടുത്തമാണ്, എറണാകുളം ജില്ലയെ നടുക്കുന്ന തീപിടുത്തമാണ് ഉണ്ടായത്. ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വസിക്കാനുള്ളത്. കോടികളുടെ നാശനഷ്ടം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? തിരക്കേറിയ ഒരു സ്ഥലത്ത് തന്നെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായതെന്നുള്ളതും കൂടി ഇതാക്കണം. കാരണം രാത്രി ആ ഒരു സമയമായതുകൊണ്ടായിരിക്കാം ഇത്തരത്തിൽ പെട്ടെന്നൊരു ഗതാഗതം തടസ്സപ്പെടുത്തി, അല്ലെങ്കിൽ ഗതാഗതം നിരോധനം ഏർപ്പെടുത്തി ഇത്തരത്തിലൊരു രക്ഷാപ്രവർത്തനത്തിലേക്ക് അധികൃതർക്ക് കടക്കാൻ കഴിഞ്ഞത് കൂടി പറയേണ്ടിയിരിക്കുന്നു. കാരണം ഒരുപക്ഷെ രാത്രി അല്ലെങ്കിൽ അത് ഫയർഫോഴ്സിന് ഇവിടെ എത്താൻ ബുദ്ധിമുട്ടാവും, ഇത് വ്യാപ്തി കൂടാൻ സാധ്യതയില്ല. അതെ, തീർച്ചയായും. അത് കാരണം പകൽ കൂടിയായിരുന്നെങ്കിൽ അത് വലിയ രീതിയിൽ ആഘാതം വലിയ രീതിയിൽ ഉണ്ടായേനെ. പക്ഷേ ഈ ഒരു സമയമായതുകൊണ്ടോ, അല്ലെങ്കിൽ രാത്രി ആ ഒരു 2 മണി സമയമായതുകൊണ്ടായിരിക്കാം എന്തായാലും പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെല്ലാം എത്തി കൃത്യമായി ഗതാഗതം തടസ്സപ്പെടുത്തുക. ഇല്ലെങ്കിൽ ഈ ഒരു സമയമാകുമ്പോഴേക്കും എറണാകുളം സിറ്റിയുടെ പ്രധാന കേന്ദ്രങ്ങളിലൊന്നായ, പ്രധാന മേഖലകളിലൊന്നാണ് എറണാകുളം സൗത്ത് മേൽപ്പാലം, അല്ലെങ്കിൽ ഇതിനോട് ചേർന്ന് കിടക്കുന്ന പനമ്പള്ളി നഗർ, കടവന്ത്ര ആ ഭാഗത്തേക്കൊക്കെ എന്ന് പറഞ്ഞാൽ തീർച്ചയായും വലിയ രീതിയിൽ ഗതാഗത പ്രശ്നങ്ങൾ, ട്രാഫിക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സ്ഥലത്താണ് ഇത്തരത്തിൽ എന്തായാലും ഒരു തീപിടുത്തം ഉണ്ടായത്. എന്തായാലും നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിരിക്കുന്നു. മാത്രമല്ല
ആശ്വാസകരം എന്ന് പറയുന്നത് ഇതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായ ഒരു മഴയാണ്. 2 മണി തൊട്ട് അരമണിക്കൂർ കൂടുമ്പോൾ ചെറിയ രീതിയിൽ മഴയുണ്ടാകുന്ന സാഹചര്യമുണ്ടായി. അത് വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനത്തിനെ സഹായിച്ചു എന്നുകൂടി പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ട്രെയിൻ ഗതാഗതം കൃത്യമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഇതെല്ലാം മാറ്റി കൃത്യമായി വൃത്തിയാക്കുന്നൊരു ഘട്ടത്തിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും അധികൃതർ ഇനിയും പുക മൊത്തമായി പോയിട്ടില്ല അല്ലത്. തീർച്ചയായും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കറുത്ത പുക അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉയരുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പുക ഇവിടെ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉൾപ്പെടെയുള്ളവ വലിയ തരത്തിൽ ശേഖരിച്ച് വെച്ച ഒരു സ്ഥലത്താണ് തീപിടുത്തം. അതുകൊണ്ട് പുക ഇത്ര പെട്ടെന്ന് നിയന്ത്രണ വിധേയമാക്കുക എന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ നമുക്ക് ദൃശ്യങ്ങളിൽ അതാണ് കാണാൻ കഴിയുന്നത്. JCB എത്തിച്ചുകൊണ്ട് ഈ തീപിടിച്ച ആക്രിസാധനങ്ങൾക്കിടയിൽ മാന്തി പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടക്കുന്നത്. കാരണം വലിയ ജനത്തിരക്കുള്ള പ്രദേശമാണ്. രാവിലെ ആളുകളെല്ലാം തന്നെ എഴുന്നേറ്റ് വരുന്ന ഒരു സമയമാണുള്ളത്. പലരും തീപിടിച്ച വാർത്തകൾ പോലും അറിഞ്ഞിട്ടില്ല, എഴുന്നേറ്റ് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ പുക സമീപ പ്രദേശങ്ങളിലേക്ക് പടരാനുള്ള സാധ്യതയുണ്ട്. എത്രയും വേഗത്തിൽ പുക കൂടി ഇല്ലാതാക്കുക എന്നാണ് അഗ്നിശമന സേനയുടെ മുന്നിലുള്ള ഒരു വെല്ലുവിളി. ആ പ്രവർത്തനമാണ് അവർ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തായാലും അഗ്നിശമന സേനയുടെ പ്രവർത്തനത്തെ നമുക്ക് എത്ര അഭിനന്ദിച്ചാലും മതി വരില്ല. കാരണം അത്രത്തോളം 40-ലധികം വരുന്ന യൂണിറ്റുകൾ ഏറെ നേരം പരിശ്രമിച്ചാണ് ഈ തീ നിയന്ത്രണ വിധേയമാക്കിയത്. പക്ഷേ ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും കറുത്ത പുക ഉയരുന്നുണ്ട്. തൊട്ടടുത്ത മരങ്ങളെല്ലാം കത്തിനശിച്ചിട്ടുണ്ട്. മാലിന്യ ഗോഡൌണിന്റെ ബാക്കി ഭാഗങ്ങൾ കത്തിനശിച്ചതിന്റെ ബാക്കി ഭാഗങ്ങൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. വലിയ ഒരു തീപിടുത്തമാണ്. എറണാകുളം നഗരത്തെ പൂർണ്ണമായും വിഴുങ്ങാൻ കഴിയുന്ന തരത്തിലുള്ള തീപിടുത്തമാണ് ഇന്നലെ ഉണ്ടായിരിക്കുന്ന അർദ്ധരാത്രിയിൽ ഉണ്ടായിരുന്നത്. അഗ്നിശമന സേനയുടെ സമയോചിതമായ നാട്ടുകാരുടെയും സമയോചിതമായ ഇടപെടൽ ആ തീ നിയന്ത്രണ വിധേയമാക്കി. പക്ഷേ ഇപ്പോഴും പുക ഉയരുന്നുണ്ട്. പുകയ്ക്കൊപ്പം രൂക്ഷമായ ഗന്ധമാണ് ഇവിടേക്ക് വരുന്നത്. ഇവർ ആക്രി സാധനങ്ങൾ മാറ്റുന്നതിനനുസരിച്ച് രൂക്ഷമായ ഗന്ധത്തോടുകൂടി ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. ആതിര, നിതിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പുക ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. റെയിൽ ഗതാഗതം ഇപ്പോൾ പുനഃസ്ഥാപിച്ചു. വാഹന ഗതാഗതം ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ? നിലവിലെ സാഹചര്യം ഇപ്പോൾ എങ്ങനെയാണ്? നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം സൗത്ത് മേൽപ്പാലത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. മേൽപ്പാലത്തിന് മുകളിലാണ് അഗ്നിശമന സേനയുടെ വാഹനം ഉള്ളത്. അവിടെ വാഹനം നിർത്തിയാണ് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഏകോപിപ്പിച്ചത്. കാരണം ഇവിടേക്ക് താഴേക്ക് വാഹനം ഇറക്കാൻ സ്ഥലപരിമിതിയുണ്ട്. പക്ഷേ വാഹന ഗതാഗതമൊന്നും പൂർണ്ണമായും തടസ്സപ്പെട്ടില്ല. ഇന്നലെ ആദ്യഘട്ടങ്ങളിൽ ഈ രക്ഷാപ്രവർത്തനം ഈ രൂപത്തിലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിന്റെ തുടക്കം മുതൽ നമ്മുടെ റിപ്പോർട്ടർ കാളിദാസ് ഇവിടെ ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിലും ഈ മേൽപ്പാലത്തിന് മുകളിൽ വാഹനം നിർത്തിയായിരുന്നു രക്ഷാപ്രവർത്തനം. ആദ്യം പറയുകയാണെങ്കിൽ രക്ഷാപ്രവർത്തനം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യഘട്ടം അല്ലെങ്കിൽ ഈ ഒരു ഉത്ഭവം ഉണ്ടായ ശേഷം ഈ ഒരു തീ പടർന്ന് പിടിക്കാനുള്ള സാഹചര്യം തുടങ്ങിയ ശേഷം ഒരു യൂണിറ്റ് ഫയർഫോഴ്സ് ആണ് വന്നത്. പിന്നീട് അത് 2 ആകുന്നു, 3 ആകുന്നു. ആദ്യത്തെ സമയത്ത് നേരിട്ട ഒരു തടസ്സം എന്ന് പറയുന്നത് ആദ്യം ആ ഒരു ഭാഗത്ത് അല്ലെങ്കിൽ പാലത്തിന്റെ അടിഭാഗത്താണ് ഈ ഒരു യൂണിറ്റ് വന്നത്. അവിടുന്ന് കൃത്യമായി ആ വെള്ളം ഇങ്ങോട്ട് എത്തിക്കാനുള്ളൊരു സംവിധാനത്തിനൊരു അനിശ്ചിതത്വമൊക്കെ നേരിട്ടിരുന്നു. കാരണം ഇവിടം വരെ എത്തിക്കാനൊരു കഷ്ടപ്പാടൊക്കെ പെടുന്നത് അധികൃതർ കഷ്ടപ്പെടുന്നത് കണ്ടിരുന്നു. എന്നാൽ അതിനുശേഷം പിന്നീട് 2ാമത്തെ യൂണിറ്റ് ഫയർഫോഴ്സ് എത്തി അതിന് കൃത്യമായ നടപടി സ്വീകരിച്ച് വീണ്ടും അവർ വെള്ളം ഒഴിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തി. എന്നാൽ അത് തീ നിയന്ത്രണ വിധേയമാകുന്നില്ല. കൂടുതൽ അത് പടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് പിന്നീട് 2, 3, 4 അങ്ങനെയായി തുടങ്ങി. കാരണം 2 യൂണിറ്റ് 3 യൂണിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് വാഹനം ഗതാഗതം കൃത്യമായി നിരോധനം ഏർപ്പെടുത്തിയത്. ട്രെയിൻ ഗതാഗതത്തിനും നിരോധനം ഏർപ്പെടുത്തിയത്. ട്രെയിനാണെങ്കിൽ ഒരു 2 മണിക്കൂറോളം അത് പോയി. അതിനുശേഷം ഇപ്പോൾ വാഹന ഗതാഗതം 5:30, 6 മണി വരെ അതേപോലെ തന്നെ നിരോധനം അങ്ങനെ തന്നെ തുടരുകയായിരുന്നു. അധികൃതർ അവിടെ തടഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. 2 ഭാഗത്തു നിന്നും പോലീസുകാർ കൃത്യമായി അവിടെയും നമ്മൾ അധികൃതരുടെ ഇടപെടൽ, സമയോചിതമായ ഇടപെടൽ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ആ സമയങ്ങളിലും നിരവധി പോലീസ് വാഹനങ്ങളാണ് ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായി വഴിതിരിച്ചു വിടാനും അല്ലെങ്കിൽ കൃത്യമായി ദൂരെ സ്ഥലത്തു നിന്ന് വരുന്ന യാത്രക്കാരെ കൃത്യമായി വഴി കാണിച്ചു വിടാനും ഒക്കെ നടത്തിയൊരു ഇടപെടൽ അവിടെയും ശ്രദ്ധേയമാണ്. കാരണം ഫയർഫോഴ്സിന്റെ ഇടപെടൽ പോലെ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ രീതിയിലൊരു ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി ആളുകൾ അല്ലെങ്കിൽ അധികൃതർ എന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിലെ എറണാകുളം ജില്ലയിലുള്ള എല്ലാ അധികൃതരും ഈ ഒരു തീ അണയ്ക്കാൻ എത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കണം. കാരണം അത്രയധികം ആളുകളായിരുന്നു ഈ ഒരു പാലത്തിന്റെ മുകളിൽ ഒരു 5 മണി സമയത്തോടെ. കാരണം ഇതെല്ലാം തീ അണച്ച് കഴിഞ്ഞ് അവർ ഇനിയും എത്തരത്തിലായിരിക്കണം, ഈ ഒരു അണച്ചതിന് ശേഷം ഇതെങ്ങനെയായിരിക്കണം, ഇനി ഇത് മൊത്തം വൃത്തിയാക്കി പോകേണ്ട നടപടികളിലേക്കെല്ലാം അവർ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ള നടപടികളിലേക്ക് പിന്നീടാണ് കടന്നത്. ഇപ്പോൾ ആ ഒരു നടപടിയാണ് എന്തായാലും നടക്കുന്നത്. ഇപ്പോൾ വാഹന ഗതാഗതം
മേൽപ്പാലത്തെ സംബന്ധിച്ചാണെങ്കിൽ റെയിൽവേ മേൽപ്പാലത്തിൽ ചെറിയ രീതിയിൽ ഗതാഗതം വിട്ടു തുടങ്ങിയിട്ടുണ്ട്. കാരണം തിരക്ക് കൂടുന്ന സമയമാണ്. ഞായറാഴ്ചയാണ്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച എറണാകുളം ജില്ലയുടെ പ്രധാന മേഖലയാണ് സൗത്ത് മേൽപ്പാലവും അതേപോലെ തന്നെ പനമ്പള്ളി നഗറും എല്ലാം. അതുകൊണ്ട് തന്നെ തീർച്ചയായും ട്രാഫിക് കൂടാനുള്ള സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ രീതിയിൽ കടത്തിവിടുന്നുണ്ട് വാഹനങ്ങളെല്ലാം. മാത്രമല്ല അവിടെയും സൗത്ത് മേൽപ്പാലത്തിൻ്റെ മുകളിലും യൂണിറ്റുകൾ കിടക്കുന്നുണ്ട്. എന്തായാലും നിരവധി യൂണിറ്റുകൾ തിരിച്ചുപോയി, ചില യൂണിറ്റുകൾ ഇവിടെ നിൽക്കുന്നുണ്ട്. വീണ്ടും ഈ ഒരു പുക പൂർണ്ണമായും നീക്കാനുള്ള ഒരു സാധ്യത അല്ലെങ്കിൽ ആ ഒരു നടപടിയിലേക്കാണ് എന്തായാലും കടക്കുന്നത്. ഇപ്പോഴും പുക ഉയരുക തന്നെയാണ് കറുത്ത രീതിയിൽ. തീർച്ചയായും ആ ഒരു രൂക്ഷഗന്ധം നമുക്ക് വല്ലാതെ അനുഭവിക്കുന്നുണ്ട്. അത് എത്തരത്തിലുള്ള ഗന്ധമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. നമുക്കത് ആരോഗ്യത്തിന് തീർച്ചയായും ഹാനികരമായിട്ടുള്ള ഗന്ധം തന്നെയാണ്. കാരണം പ്ലാസ്റ്റിക് കത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ രാസമാലിന്യങ്ങളുടെ ടിന്ന് കത്തിയിട്ടുണ്ട്, പെയിന്റ് ടിന്നുകൾ കത്തിയിട്ടുണ്ട്. അത് എത്തരത്തിലായിരിക്കും ഇവിടുത്തെ ജനങ്ങളെ ബാധിക്കുക. എന്തായാലും തീയേക്കാളും വലിയ തീയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തീ പടർന്നുണ്ടാകുന്ന ഒരു അപകടത്തെ സംബന്ധിച്ച് ഇത് വേണമെങ്കിൽ ചെറുതാണെന്ന് പറയാം. കാരണം തീയിൽ നിന്ന് രക്ഷപ്പെട്ടു. കാരണം തൊട്ടടുത്തുള്ള കെട്ടിട സമുച്ചയങ്ങളിലേക്കൊന്നും വലിയ രീതിയിൽ പടർന്നിട്ടില്ല എന്ന് തന്നെയാണ് ഏറെ ആശ്വാസകരം. ആളപായമില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. കൃത്യസമയത്ത് ആളുകളെ മാറ്റാൻ സാധിച്ചു. അല്ലെങ്കിൽ 9 അതിഥി തൊഴിലാളികളാണ് ഇതിനുള്ളിൽ ഉണ്ടായിരുന്നത്. വലിയ രീതിയിൽ അവർക്കും അപകടം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായേനെ. എന്തായാലും അത് കൃത്യമായി തന്നെ അധികൃതരുടെ ഭാഗത്തുനിന്നും സമയോചിതമായ ഇടപെടൽ, പ്രദേശവാസികളുടെ ഭാഗത്തുനിന്നും സമയോചിതമായ ഇടപെടൽ ഉണ്ടായി. എന്തായാലും 2 മണിയോടെ 1:45-2 മണിയോടെ സംശയിക്കുകയാണ്. അതായത് ഈ ഒരു നഗരമേഖലയാണ്. അവിടെയൊക്കെ നാട്ടുകാരെല്ലാം പെട്ടെന്ന് തന്നെ ഓടിയെത്തി. നമുക്ക് മറ്റ് നാട്ടിൻ പ്രദേശങ്ങളൊക്കെ ആണെങ്കിൽ ഒരു അപകടം ഉണ്ടായി എന്നറിഞ്ഞാൽ തന്നെ നാട്ടുകാരൊക്കെ ഓടിയെത്തും. ഇവിടെ അത്തരത്തിലൊരു സാഹചര്യം തുടക്കത്തിലുണ്ടായിരുന്നു. അല്ല, ഫയർഫോഴ്സും പോലീസും തന്നെയായിരുന്നു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. തീർച്ചയായും ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങളുടെ കൂടെയുള്ള സഹമുറിയന്മാരെല്ലാവരും കൂടിയാണ് ഞങ്ങൾ വന്നത്. കാരണം ഞാനല്ല ഇത് ആദ്യം കണ്ടത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തു നിന്നും വലിയ രീതിയിൽ പുകയിടുന്നത് എൻ്റെ സുഹൃത്താണ് കണ്ടത്. നമ്മുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന സുഹൃത്താണ് കണ്ടത്, അക്ഷയാണ് കണ്ടത്. അതിനുശേഷം പിന്നീട് ഞങ്ങൾ അവിടുന്ന് ഈ ഒരു പുക കണ്ട് എന്താണ് സംഭവം എന്നുള്ളത് നമുക്കും അറിയണം. കാരണം എവിടെയാണ് ഈ പുക വരുന്നത്? അവസാനം ഞങ്ങൾ അവിടുന്ന് ഓടി വരികയായിരുന്നു. ഓടി വന്ന് ഇവിടെ എത്തുമ്പോഴാണ് അത് തീ ഇവിടുന്നാണ് അല്ലെങ്കിൽ ഈ ഒരു ആക്രി ഗോഡൌണിൽ നിന്നാണ് തീ വന്നിരിക്കുന്നതെന്നെല്ലാം പിന്നെ മനസ്സിലാക്കിയത്. ആ സമയത്ത് പ്രദേശവാസികൾ ഉണ്ടായിരുന്നു. പ്രദേശവാസികളാണ് ഇത് കൃത്യമായി വിളിച്ചു പറഞ്ഞത്. ഏറ്റവും തുടക്കത്തിൽ ഈ ഒരു ഗോഡൌണിനോട് ചേർന്നിട്ടുള്ള വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പ് ഉടമയാണ് ഇത് പെട്ടെന്ന് അറിഞ്ഞത്. കാരണം ഈ ഒരു കെട്ടിടത്തിൽ നിന്നും വീടിൻ്റെ മുകളിൽ കൂടിയാണത് തീ പടർന്ന് അപ്പുറത്തെ ആക്രി ഗോഡൌണിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വീടിനും നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെ പറയാം. പല ഭാഗങ്ങളിലും ഈ ഇടിഞ്ഞ പാടുകൾ കാണുന്നുണ്ട്. ഈ ഒരു തീ എത്തരത്തിലുള്ള ആഘാതമായിരിക്കും ഈ വീടിന് സൃഷ്ടിച്ചിരിക്കുക എന്ന് നമുക്കിനി എന്തായാലും കണ്ടെത്തേണ്ടിയിരിക്കുന്നു. എന്തായാലും ആ ഒരു സമയത്ത് പ്രദേശവാസികളുടെ ഇടപെടൽ കൃത്യമായി തന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. കാരണം ഇത് എത്തരത്തിലാണ് നീക്കേണ്ടത് അല്ലെങ്കിൽ എങ്ങനെ അധികൃതർക്കൊപ്പം നിൽക്കാം എന്നുള്ള തരത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്നാൽ ഇതിൽ തീ വലിയ രീതിയിൽ പടർന്നതുകൊണ്ട് പ്രദേശവാസികളെ എല്ലാം അധികൃതർ മാറ്റുന്നൊരു സാഹചര്യമാണ് ഉണ്ടായത്. തീർച്ചയായും അത് വലിയൊരു അപകട നിലയിലേക്ക് എത്തിയിരുന്നു. അതുകൊണ്ടാണ് അധികൃതർ അത്തരത്തിലൊരു നടപടിയിലേക്ക് പോയത്. എന്തായാലും പ്രദേശവാസികളുടെ ഇടപെടൽ തന്നെയാണ് ഈ ഒരു തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. ഇല്ലെങ്കിൽ പിന്നീട് നമ്മൾ ഈ ഒരു തീ കണ്ടുവരുമ്പോൾ അല്ലെങ്കിൽ അധികൃതരിലേക്ക് അറിഞ്ഞു വരുമ്പോൾ പ്രദേശവാസികളുടെ ഒരു ഇടപെടൽ കൃത്യമായി ഇല്ലായിരുന്നെങ്കിൽ ഇത് അറിഞ്ഞു വരുമ്പോഴേക്കും ഏറെ വൈകിയേനെ. എന്തായാലും പ്രദേശവാസികൾ തന്നെയാണ്. അതേപോലെ തന്നെ ഈ ഒരു ചുറ്റുവട്ടത്തുള്ള ഇതിൽ കൂടെ പോയിരുന്ന നിരവധി ആളുകളും എന്ത് സഹായത്തിനും ഉണ്ടായിരുന്നു. പക്ഷേ അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു സ്ഫോടനങ്ങൾ, ചെറിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ വലിയ രീതിയിൽ നമുക്ക് കേൾക്കാൻ സാധിക്കുമായിരുന്നു. ഇത് കേട്ടത് ആദ്യഘട്ടത്തിൽ അത് ആശങ്ക പടർത്തി. ആ സ്ഫോടനം തീർച്ചയായും വലിയ രീതിയിൽ ആശങ്ക പടർത്തി. അധികൃതരെ മാറാൻ പറഞ്ഞിരുന്നു. കാരണം ഈ സിലിണ്ടർ എത്തരത്തിലാണ് പൊട്ടിത്തെറിക്കുക, അത് എത്ര മീറ്റർ ചുറ്റളവിൽ അത് ബാധിക്കുമെന്നുള്ളതെല്ലാം ഒട്ടും അറിയില്ല. ഞങ്ങളെല്ലാം റെയിൽവേ പാളത്തിലായിരുന്നു നിന്നത്. റെയിൽവേ പാളത്തിൽ നിന്ന് നോക്കിയിരുന്നു. ആ സമയത്ത് ട്രെയിൻ വരാനിരിക്കുന്നൊരു ഘട്ടമായിരുന്നു. അപ്പോഴാണത് പിന്നീട് ട്രെയിൻ നിർത്തിവെച്ച് അല്ലെങ്കിൽ ആ ഒരു ഗതാഗതത്തിനൊരു അനിശ്ചിതത്വത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും ഇപ്പോൾ നിയന്ത്രണ വിധേയമായി. എന്നാലും പുക പൂർണ്ണമായി മാറിയിട്ടില്ല എന്ന് തന്നെയാണ്. ഈ ഒരു ഗന്ധവും വലിയ രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. നിതിൻ.
അതിര തലനാരിടയ്ക്കാണ് വലിയൊരു ദുരന്തം ഒഴിവായത്. ആക്രി ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചെങ്കിലും ആളപായമില്ല എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. പക്ഷേ അന്തരീക്ഷത്തിൽ കറുത്ത പുക ഉയരുകയാണ്. കാരണം അത്ര വലിയ ഒരു തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത്. ആ പുക നിയന്ത്രണ വിധേയമാക്കാൻ അല്ലെങ്കിൽ പുക പൂർണ്ണമായും ശമിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും ഭാഗത്തെല്ലാം തന്നെ നടക്കുന്ന. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് അത് തന്നെയാണ്. JCB ഉപയോഗിച്ച് ഈ കത്തിയ മാലിന്യ ടിന്നടക്കമുള്ള മാലിന്യ കൂമ്പാരങ്ങൾ, കമ്പികളുണ്ട്, വാഹനങ്ങളുണ്ട്. അതെല്ലാം തന്നെ പൂർണ്ണമായും JCB ഉപയോഗിച്ച് മാറ്റാനുള്ള ഒരു നീക്കമാണ് നടക്കുന്നത്. വലിയ ഒരു തരത്തിലുള്ള വലിയൊരു അഗ്നിനാളം പൂർണ്ണമായും വിഴുങ്ങി എറണാകുളം നഗരത്തിന്റെ ഹൃദയഭാഗത്താണ് ഇത്തരത്തിൽ ഒരു തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും ഇന്നലെ രാത്രി 1 മണിയോടുകൂടി ഈ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ആളപായം ഒഴിവായത് എന്നത് മാത്രമാണ് ആശ്വാസകരമായ കാര്യം. നാശനഷ്ടങ്ങളെ കുറിച്ചുള്ള പ്രാഥമിക കണക്കുകൾ മാത്രമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. ഒരു കോടിയിലധികം രൂപയുടെ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ടാകാമെന്നാണ് പ്രാഥമികമായ വിലയിരുത്തൽ. എന്തായാലും വലിയ ഒരു തീപിടുത്തം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. തലനാരിടയ്ക്കാണ് വലിയ ഒരു ദുരന്തം ഒഴിവായത്. കാരണം നമുക്ക് നേരത്തെ നമ്മൾ കണ്ടതാണ് മുട്ടായിത്തെരുവ് ഉൾപ്പെടെയുള്ള കോഴിക്കോട് മുട്ടായിത്തെരുവ് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലെ ഈ തീപിടുത്തം നമ്മൾ കണ്ടതാണ്. സമാന രൂപത്തിൽ തന്നെ അന്ന് ആ കോഴിക്കോട് മുട്ടായിത്തെരുവിനെ അഗ്നിനാളം വിഴുങ്ങിയതിന് സമാനമായ തരത്തിൽ തന്നെയാണ് ഈ എറണാകുളം സൗത്തിലുണ്ടായ ഈ തീപിടുത്തം നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക. പക്ഷേ ഇവിടെ ആളപായം ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ ഒരു കാര്യം. വലിയ ഒരു തീപിടുത്തം. ആക്രി ഗോഡൌൺ പൂർണ്ണമായും കത്തിനശിച്ചിരിക്കുന്നു. തൊട്ടപ്പുറത്തെ വീടുകൾക്കും വർക്ക്ഷോപ്പിനുമെല്ലാം കേടുപാടുകൾ ഉണ്ടായിരിക്കുന്നു. അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും നാട്ടുകാരുടെയും എല്ലാം തന്നെ സംയോജിതമായ ഒരു ഇടപെടലാണ് ഈ ആളുകളെ ജീവനോടെ ഗോഡൌണിനകത്തു നിന്നും രക്ഷിക്കാൻ കഴിഞ്ഞത് എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ശരി നിതിൻ, എറണാകുളം സൗത്തിൽ ആക്രി ഗോഡൌണിനാണ് തീ പിടിച്ചത്. 12ഓളം പാചകവാതക സിലിണ്ടറുകൾ പൊട്ടിത്തെറിച്ചു. മണിക്കൂറുകൾക്ക് ശേഷമാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും പുക ഉയരുന്ന ഒരു സാഹചര്യമാണുള്ളത്. സംഭവസ്ഥലത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു പ്രസാദ് കാളിദാസനും നിതിൻ പ്രഭാകരനും.